കാസർഗോഡ് അടൂരിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ സഹോദരങ്ങൾ മരിച്ചു. അബൂബക്കർ സൗദ ദമ്പതികളുടെ മകളായ മുൻസിർ മുസമ്മിൽ എന്നിവരാണ് മരിച്ചത്. 9-11 വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ 14-കാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണ്ണിടിക്കുന്നതാണ്. ഇവിടെ സൈഡിൽ ചെറിയൊരു ഷെഡ് പോലെ ഉണ്ടായിരുന്നു, കട പോലെ വെച്ചിട്ട് അതിലുണ്ടായിരുന്ന 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. മഴ തുടർന്നുണ്ടായിരുന്നു ഇന്ന്. മഴ തുടർന്നു. ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായി. അല്ലേ, കുട്ടികൾ എന്ത് വെറുതെ ഇരുന്നുണ്ടായത് എന്താണെന്നല്ല, കുട്ടികളുടെ വെറുതെ ടൈം പാസിന് ചെറിയൊരു തോട്ടം പോലെ രീതിയിലേക്ക് ചെറിയ കുട്ടികളായിട്ട് ആശുപത്രിയിലുണ്ട്. എങ്ങനെയാണ് കുട്ടികളെ അവസ്ഥ? 2 കുട്ടികൾ മെഡിസിനാണ് ഇവിടെ കിട്ടുന്നത്. ഒരു കുട്ടി ഹോസ്പിറ്റലിലുണ്ട്. ഷെഫീഖ് നസുള്ള ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി. ഷെഫീഖ്, ദാരുണമായ സംഭവം എപ്പോഴായിരുന്നു ഈ അപകടം നടന്നത്? പരിക്കേറ്റ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? കാസർഗോഡ് അടൂർ പഞ്ചക്കടവിൽ വൈകിട്ട് 5:30 മണിയോടുകൂടിയാണ് ഇങ്ങനെ നാടിനെ നടുക്കിയ അപകടം ഉണ്ടായത്. 2 കുട്ടികൾ, 2 സഹോദരങ്ങൾ മരണപ്പെട്ടു. അബൂബക്കർ സൗദ ദമ്പതികളുടെ മക്കളായ മുസമ്മിലും മുൻസിറുമാണ് മരിച്ചത്. ഈ അപകടത്തിൽ മറ്റൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അയൽവാസിയായ വസീഫിനാണ് ഇങ്ങനെ പരിക്കേറ്റത്. ഈ വസീഫിന്റെ വീടിനോട് ചേർന്ന് ഈ കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് വലിയൊരു മതിൽ ഇടിഞ്ഞ് ഇവരുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് നാട്ടുകാർ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്തി. പിന്നീട് ആദൂർ പോലീസും സ്ഥലത്തെത്തി അടിയന്തര രക്ഷാപ്രവർത്തനം നടത്തി. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു. മറ്റൊരു കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കും വഴിയാണ് മരണപ്പെട്ടത്. ഇപ്പോൾ പരിക്കേറ്റ വസീഫിനെ കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകുന്നുണ്ട്. ഈ കുട്ടികൾ കളിക്കാൻ വേണ്ടി അവധിക്കാലത്ത് ചെറിയ കടകളൊക്കെ, ഒരു ചെറിയ ഷെഡൊക്കെ ഉണ്ടാക്കി കുട്ടികൾ ഉണ്ടാക്കാറുണ്ട്. അത്തരത്തിൽ ഉണ്ടാക്കിയ ഒരു ഷെഡിനകത്ത് കുട്ടികൾ കളിക്കുന്നതിനിടയിലാണ് ഈ വലിയ ദുരന്തമുണ്ടായത്. വൈകിട്ട് 5:30 മണിയോടുകൂടി ഈ മണ്ണും കല്ലുമൊക്കെ ഉള്ള മതില് പൂർണ്ണമായും തകർന്ന് ഈ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഷെഡിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിനകത്ത് 2 കുട്ടികൾ പെട്ടു. ഈ വലിയ ശബ്ദമാണ് ആ സമയത്തുണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാരും എത്തിയ ആദൂർ പോലീസും ഒക്കെ രക്ഷാപ്രവർത്തനം നടത്തി. ഈ കുട്ടി അവിടെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. മറ്റൊരു കുട്ടി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിലാണ് മരണപ്പെട്ടത്. വസീഫ് എന്ന് പറയുന്ന കുട്ടിക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. കുട്ടി കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഇന്ന് വൈകുന്നേരം 5:30 മണിയോടുകൂടിയാണ് ഇങ്ങനെ നാടിനെ നടുക്കുന്ന വലിയ അപകടം കാസർഗോഡ് ആദൂരിൽ വെച്ച് ഉണ്ടായത്.